മൊലി ഒരു പെൺകുട്ടി അവർ അത്യാവശ്യം ദീന് പഠിച്ച ഒരാളാണ്. ഒരു ദീനീ സ്ഥാപനത്തിലും മറ്റൊക്കെ പഠിച്ച് ദീനീ ബോധമുള്ള ഒരാളാണ്. പിതാവ് മരണപ്പെട്ടൊരു സാഹചര്യത്തിൽ അവർക്ക് ഒരു അത്ര ദീനീ ബോധമില്ലാത്ത ഒരാളെ വിവാഹം ചെയ്യേണ്ട ഒരു സാഹചര്യവും മറ്റൊക്കെ ഉണ്ടായി. പക്ഷേ അയാൾ വളരെ മോശപ്പെട്ടൊരു ജീവിത സാഹചര്യമാണ് ഇപ്പോൾ നയിച്ചുകൊണ്ടിരിക്കുന്നത്. അവരെ ഉപദ്രവിക്കുന്ന, മദ്യപിക്കുന്ന ഒക്കെ സാഹചര്യം ഉണ്ടാകുന്നു. അത് അഡ്ജസ്റ്റ് ചെയ്ത് പോകുമ്പോൾ തന്നെ അവർക്ക് ആ സ്ത്രീക്ക് അയാളോട് വലിയ ഇഷ്ടമാണ്. പക്ഷെ മുന്നോട്ട് പോകുന്നിടത്ത് വലിയ പ്രയാസങ്ങളുണ്ട് എന്നതാണ് വിഷയം. സാധാരണ വിവാഹത്തോടുകൂടെ വരുന്നൊരു പ്രതിസന്ധിയാണ്. അതായത് വിവാഹം കഴിയുന്നതോടുകൂടെ പിന്നെയുള്ള ഓരോ നിമിഷങ്ങളിലും അവർ തമ്മിലുള്ള ഒരു ഭാര്യ ഭർത്താക്കന്മാരെന്ന നിലക്കുള്ള സ്നേഹം അത് വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കും. പിന്നെ മുന്നോട്ട് പോകും തോറും എന്ത് ചെയ്യും, അവർക്ക് വേർപിരിയുക എന്നുള്ളത് അവർക്ക് ഭയങ്കര വിഷമമായി വരും. നമ്മുടെ പല സഹോദരിമാരും വിവാഹം കഴിഞ്ഞതിൻ്റെ പിറ്റേന്ന് തന്നെ എൻ്റെ ജീവിതത്തിന് ഒരിക്കലും ഇദ്ദേഹവുമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റില്ലെന്ന് ഉറപ്പായിട്ടും അവരെ കൂടെ നിൽക്കുന്നതിൻ്റെ രഹസ്യം ഇതാണ്. ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ഞാൻ കേട്ടത് ഒരു ഞെട്ടിക്കുന്നൊരു വാർത്തയാണ്. അതായത് വിവാഹം കഴിഞ്ഞ ഉടനെ തന്നെ ഭർത്താവിന് ഗൾഫിലേക്കൊരു യാത്ര തരപ്പെട്ടു. അപ്പം അതിനു വേണ്ടിയുള്ള മെഡിക്കൽ എടുത്തപ്പോൾ അയാൾ HIV പോസിറ്റീവാണെന്ന് കണ്ടു. എന്നിട്ടും അയാളെ ഉപേക്ഷിച്ചില്ല ആ സ്ത്രീ. അതാണ് ഈ പറഞ്ഞൊരു സ്നേഹം എന്ന് പറഞ്ഞത്. പക്ഷെ ഈ ഒരു സ്നേഹം എന്തിനാണോ ഒരു ഭാര്യ ഭർത്തൃ ബന്ധം അതിൻ്റെ മുഴുവൻ പ്രയോജനങ്ങളെയും അവഗണിച്ചുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, ഇങ്ങനെ സ്നേഹം എന്നതിൻ്റെ പേരിൽ മുന്നോട്ട് പോകാൻ പറ്റുന്ന ഒരു കാര്യമല്ല. സ്നേഹമുണ്ടെങ്കിൽ അയാൾക്ക് ഇവളോടും ഇവൾക്ക് തിരിച്ചും സ്നേഹമുണ്ടെങ്കിൽ അയാളുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് മാറാൻ ഇവളും ഇവരുടെ താല്പര്യം അനുസരിച്ച് മാറാൻ അയാളും തയ്യാറാവുമ്പോഴാണല്ലോ അതിന് നമ്മൾ സ്നേഹമെന്ന് പറയുന്നത്. അപ്പോൾ ഒന്നിപ്പോൾ ഒരു വിവാഹത്തോട് വേണ്ട സുരക്ഷിതത്വം അതിപ്പോൾ ഇങ്ങനത്തെ ഒരു ലഹരി ഉപയോഗിക്കുന്ന ഒരാളിൽ നിന്ന് എങ്ങനെ ലഭിക്കും അവരുടെ ജീവിതത്തിന്? അതേപോലെ തന്നെ നല്ലൊരു കുടുംബ ജീവിതം, നല്ല ദീനിയായൊരു മക്കൾ, എന്തൊക്കെ കുടുംബ ജീവിതത്തിന് ലക്ഷ്യമുണ്ടോ അതൊന്നും ഇങ്ങനത്തെ ഒരാളിൽ നിന്ന് ലഭിക്കാൻ വളരെ പ്രയാസമാണ്. അപ്പോൾ ഇത് നീണ്ടു പോകും തോറും ഇവർക്ക് തീരുമാനമെടുക്കാൻ എന്ത് ചെയ്യും, ബുദ്ധിമുട്ടായി വരും. അതുകൊണ്ട് സത്യത്തിൽ എന്താണ്, കുറേ ദൂരെ നിന്നാണ് നമ്മൾ അവരോട് സംസാരിക്കണം. അതുകൊണ്ട് അവരെ അടുത്തറിയുന്ന അവരുടെ മാതാപിതാക്കൾ, കുടുംബത്തിൽ ബന്ധപ്പെട്ട ആളുകൾ അവരെയൊക്കെ ഇടപെടുത്തിയിട്ട് എന്ത് ചെയ്യണം, ഇങ്ങനെ ഇയാളുടെ കൂടെ ജീവിച്ച് മുന്നോട്ട് പോകുന്നത് അവരുടെ ഭാവിക്ക് നല്ലതാണോ അല്ലേ എന്നുള്ളത് അവരെയും അദ്ദേഹത്തെയും പഠിച്ചിട്ട് അവർ തീരുമാനിക്കേണ്ട കാര്യമാണ്. അങ്ങനെ തീരുമാനമുണ്ടാക്കാൻ വൈകുന്നത് ഭാവിയിൽ എന്ത് ചെയ്യും, ബുദ്ധിമുട്ടുണ്ടായി തീരും എന്നാണ് മനസ്സിലായി. ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ അയാളൊന്ന് വേറിട്ട് പോകുന്നതിന് ഒരു പ്രയാസമല്ല. പക്ഷെ അദ്ദേഹത്തെ എങ്ങനെയെങ്കിലും ശരിയാക്കി എടുക്കാൻ കഴിയുമെന്ന പ്രതീക്ഷ ഉണ്ടെങ്കിൽ അതിനുവേണ്ടി ശ്രമിക്കുകയാണ് വേണ്ടത്. ആ സ്ത്രീയുടെ ചോദ്യത്തിലുള്ളത് പലതവണ ഡി അഡിക്ഷൻ സെൻ്ററിൽ കൊണ്ടുപോകുകയും ദീനീ ഉപദേശങ്ങൾ നൽകുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ മാറിയിട്ടില്ല. മാത്രമല്ല ഒരു അന്യമതസ്ഥയിൽപ്പെട്ട ഒരു സ്ത്രീയുമായുള്ളൊരു ബന്ധം കൂടി അയാൾക്കുണ്ട്. അത് ഉപേക്ഷിക്കുന്നുണ്ട്, പക്ഷെ വീണ്ടും അത് തുടങ്ങുന്നൊരു പ്രശ്നമുണ്ട് എന്നാണ് പറയണത്. അല്ല, ആരുമായിട്ടുള്ള ബന്ധമായിരുന്നാലും ഒരു അവിഹിത ബന്ധമെന്ന് പറയുമ്പോൾ അതൊരിക്കലും ഒരു സ്ത്രീക്ക് ഉൾക്കൊണ്ട് പോകാൻ പറ്റുന്ന കാര്യമല്ല. അപ്പോൾ സത്യത്തിൽ ഒരു വിവാഹം കഴിച്ചിട്ടു എന്നല്ലാതെ ഈ ഒരു സ്ത്രീക്ക് കിട്ടേണ്ട യാതൊരുവിധ അവകാശങ്ങളോ കാര്യങ്ങളോ ഒരു നിലക്കും നൽകാതെ ഒരവസ്ഥയിൽ അയാളുടെ കൂടെ ജീവിച്ചൊരു ജീവിതം വെറുതെ നശിപ്പിച്ച് കളയുക എന്നുള്ളതിനോട് ഒരിക്കലും നമുക്ക് യോജിക്കാൻ കഴിയില്ല.